ഹായ് വെൽക്കം ബാക്ക്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും പഠിക്കാൻ വേണ്ടി പോകുന്നത് കഴിഞ്ഞ മാസം ഓഗസ്റ്റ് 2024 ജി എസ് ടിയിൽ ഒരുപാട് പുതിയ അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട്. ഈ അപ്ഡേറ്റുകളെല്ലാം തന്നെ കൃത്യമായിട്ടും ജി എസ് ടിയുടെ വെബ്സൈറ്റിൽ കൃത്യമായിട്ടും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇതിനൊന്ന് ഡീകോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൽ ആദ്യമായിട്ട് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ബാങ്ക് അക്കൗണ്ട് അപ്ഡേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ബാങ്ക് അക്കൗണ്ട് ഫർണിഷ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ട് വന്നിട്ടുള്ള ഒരു അഡ്വൈസറിയാണ്. ഈ അഡ്വൈസറി കൃത്യമായിട്ടും നമ്മൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ വരുന്ന മാസം നമുക്ക് ജി എസ് ടി ഫയലിങ്ങിനെ തന്നെ ഇത് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളൊരു കൺസൾട്ടൻ്റ് ആണെങ്കിൽ കൃത്യമായിട്ടും നിങ്ങളുടെ ക്ലയൻറ്റിൻ്റെ ഫയലുകളിലെല്ലാം തന്നെ ഈ കാര്യങ്ങൾ വാലിഡേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. നിങ്ങൾ സ്വന്തമായിട്ടാണ് ജി എസ് ടി ഫയൽ ചെയ്യുന്നത് എങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസിൽ പ്രൊഫൈലിൽ കൃത്യമായിട്ടും ബാങ്ക് അക്കൗണ്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തുക. അപ്പോൾ നമുക്കറിയാവുന്ന പോലെ 31/2019 നോട്ടിഫിക്കേഷൻ പ്രകാരം ഒരാൾ ഒരു രജിസ്ട്രേഷൻ ഒരു ടാക്സ് ഫയൽ അയാൾ ജി എസ് ടി രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ 30 ദിവസത്തിനകം നിർബന്ധമായിട്ടും അയാളുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് ജി എസ് ടിയുടെ സൈറ്റിനകത്ത് അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കുന്ന സമയത്ത് നമ്മൾ ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ആഡ് ചെയ്യേണ്ടതില്ല. ജി എസ് ടി എപ്പോഴാണോ നമുക്ക് കിട്ടിയിരിക്കുന്നത് ആ സമയം മുതൽ ജി എസ് ടിയുടെ വെബ്സൈറ്റിനകത്ത് കയറുമ്പോൾ നമുക്കൊരു ചെറിയ നോട്ടിഫിക്കേഷൻ അവിടെ വന്നിട്ടുണ്ടാവും. ആ നോട്ടിഫിക്കേഷനിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും പ്ലീസ് ഫർണിഷ് യുവർ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അത് മുമ്പ് 30 ദിവസമായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. ഇനി 30 ദിവസം കഴിഞ്ഞു കഴിഞ്ഞാലും സാധാരണ രീതിയിൽ ഫയലിങ്ങിനോ മറ്റുള്ള കാര്യങ്ങൾക്കോ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ പുതിയ നോട്ടിഫിക്കേഷൻ പുതിയ അഡ്വൈസറി പ്രകാരം കൃത്യമായിട്ടും ഗവൺമെൻറ് ടാക്സ് ഈ ഒരു വെബ്സൈറ്റ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നോട്ടിഫിക്കേഷൻ തന്നിട്ടുണ്ടായിരുന്നു, കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്ലീസ് അപ്ലോഡ് പ്ലീസ് അപ്ലോഡ് പ്ലീസ് അപ്ലോഡ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പ്രാവശ്യം ഗവൺമെൻറ് നമ്മോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഗവൺമെൻറ് കൃത്യമായിട്ടും മുമ്പോട്ടേക്ക് വെച്ചിരിക്കുന്ന അടുത്തൊരു ആശയം എന്ന് പറയുന്നത് ഇനി 30 ദിവസത്തിനകം നിങ്ങൾ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇനി നിങ്ങൾക്ക് ജി എസ് ടി ആർ 1 അല്ലെങ്കിൽ IFFO അല്ലെങ്കിൽ ജി എസ് ടി ആർ 3B നിങ്ങൾക്ക് ഫയൽ ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്ന് കൃത്യമായിട്ടും ഗവൺമെൻറ് ഒരു അഡ്വൈസറി ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ 2 രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഉദാഹരണം, നമ്മളൊരു ജി എസ് ടി രജിസ്ട്രേഷനൊക്കെ എടുത്ത് 30 ദിവസത്തിനകം നമ്മൾ ഈ ബാങ്ക് അക്കൗണ്ട് കംപ്ലീറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഒരു 15 ദിവസത്തിൻ്റെ ഉള്ളിൽ നമുക്ക് അടുത്ത ജി എസ് ടി ആർ 1 2 ജി എസ് ടി ആർ 1 IFFO അല്ലെങ്കിൽ 3B നമുക്ക് ഫയൽ ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? 15 ദിവസത്തിനുള്ളിൽ തന്നെ ഈ ഒരു ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ജി എസ് ടി എടുത്ത ഉടനെ തന്നെ ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് ഇതിനകത്തേക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇനി നിങ്ങളൊരു കൺസൾട്ടൻ്റ് ആണെങ്കിൽ ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ക്ലയൻറ്റിനോട് കൃത്യമായിട്ട് പറയാം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം റെഡിയാക്കി വെച്ചോളൂ. ഫയലിങ്ങിന് സമയത്ത് ഫയലിംഗ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ വിവരങ്ങൾ കൃത്യമായിട്ടും അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കാം. അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ചില ആളുകളൊക്കെ ബാങ്ക് അക്കൗണ്ടൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് വാലിഡേഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഒരു വാലിഡേഷൻ കംപ്ലീറ്റ് ചെയ്യണം. എന്നാൽ മാത്രമാണ് റെഗുലർ ആയിട്ട് രജിസ്ട്രേഷൻ എടുത്ത ഒരാൾക്ക് ജി എസ് ടി ആർ 1 അതേപോലെ തന്നെ 3B ഫയൽ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അല്ലെങ്കിൽ IFO ഫെസിലിറ്റി ഉപയോഗിച്ചാണ് QRMP സ്കീമിലാണ്, ക്വാർട്ടർലി റിട്ടേൺ മന്ത്ലി പേയ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള QRMP സ്കീമിലാണ് നിങ്ങളുള്ളതെങ്കിൽ നിങ്ങൾക്ക് IFO ഫയൽ ചെയ്യണമെങ്കിൽ നിങ്ങൾ 30 ഡേയ്സിൻ്റെ ഉള്ളിൽ ഈ ഒരു പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഇനി ഇതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്കൊക്കെ ചിലപ്പം ജി എസ് ടി ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ജി എസ് ടിയുടെ സൈറ്റിനകത്ത് കയറിയിട്ട് ഇവിടെ നിങ്ങൾ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യാം, മൈ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യാം. മൈ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. സോ ഞാൻ ആദ്യം ഒന്ന് ലോഗിൻ ചെയ്യാണ്. നമ്മൾ ജി എസ് ടിയുടെ സൈറ്റിനകത്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ബാങ്ക് അക്കൗണ്ട് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞൊരു ഭാഗം ഉണ്ടാവും, ബാങ്ക് അക്കൗണ്ട് സ്റ്റാറ്റസ്. ഈ ബാങ്ക് അക്കൗണ്ട് സ്റ്റാറ്റസിനകത്ത് നമുക്ക് ഈ രീതിയിൽ വന്നിട്ടുണ്ടാവും. ഇവിടെ അക്കൗണ്ട് സ്റ്റാറ്റസ് ഇങ്ങനെ ടിക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓക്കെയാണ്. ചില അക്കൗണ്ടിൽ റീവാലിഡേറ്റ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഭാഗം പൊന്തി കിടക്കുന്നുണ്ടാവും. അങ്ങനെയാണെങ്കിൽ അവിടെ റീവാലിഡേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? കൺഫേം ചെയ്യണം. ഇനി ഇവിടെ ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിനകത്തേക്ക് ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കൊടുക്കണം. അതെങ്ങനെയാണ് ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നത് വിശദമായിട്ട് പറഞ്ഞു തരാം. അപ്പോൾ ഇത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ജി എസ് ടിയുടെ സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് സർവീസിനകത്ത് പോയിട്ട് രജിസ്ട്രേഷൻ്റെ പാർട്ടിനകത്ത് പോയി കഴിഞ്ഞാൽ അമെൻമെൻറ്റ് ഓഫ് രജിസ്ട്രേഷൻ കോർ ഫീൽഡ് ഉണ്ടാവും, നോൺ കോർ ഫീൽഡ് ഉണ്ടാവും. നോൺ കോർ ഫീൽഡ് നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ കോർ ഫീൽഡിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ ഇങ്ങനെ പോയിട്ടുണ്ടാവും.
നമ്മൾ ഈ നോൺ കോർ ഫീൽഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജി എസ് ടിയിൽ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ വിവരങ്ങളും ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഇതിനകത്ത് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് എന്നുള്ള ഫീച്ചേഴ്സാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്. ഓക്കെ, ഈ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഇവിടെ ഓൾറെഡി ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് വന്നിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഇല്ലെങ്കിൽ ഇവിടെ 0 എന്നായിരിക്കും കാണിക്കുന്നുണ്ടാവുക. ഇവിടെ നമ്മൾ 1 എന്ന് കൊടുത്ത് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. വിശദമായിട്ട് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും IFSC കോഡും എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, വിശദമായിട്ട് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ഒന്നിലധികം ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് 2 എന്ന് കൊടുക്കുക. വീണ്ടും ആഡ് ന്യൂ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ 1 2 3 4 എന്ന് പറഞ്ഞ് നമുക്ക് ഓരോ ബാങ്ക് അക്കൗണ്ടും ഇതിനകത്തേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം കൃത്യമായിട്ടും ബാങ്ക് അക്കൗണ്ടിൻ്റെ നമ്പർ ഇവിടെ കൊടുക്കാം. അത് കറണ്ട് അക്കൗണ്ട് ആണോ സേവിങ്സ് ആണോ അത് കൃത്യമായിട്ടും കൊടുക്കാം. IFSC കോഡ് ഇവിടെ വന്ന് സെർച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്നെങ്കിൽ ബാങ്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇതിനകത്തേക്ക് അപ്ലോഡ് ചെയ്യാം, അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്തിട്ടുള്ള ഒരു ചെക്ക് ഇവിടെ അപ്ലോഡ് ചെയ്യാം, അല്ലെങ്കിൽ പാസ്ബുക്കിൻ്റെ ഫ്രണ്ട് പേജ് കൃത്യമായിട്ട് ഇതിനെ അപ്ലോഡ് ചെയ്ത് സേവ് ചെയ്ത് കഴിഞ്ഞ് വെരിഫിക്കേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമ്മൾ OTPയും കാര്യങ്ങളും കൊടുത്ത് സബ്മിറ്റ് വിത്ത് EVC കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പ്രോസസ്സ് നമ്മൾ കഴിഞ്ഞു. ഇത് നിർബന്ധമായിട്ടും ഒരാൾ രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ അയാൾ ചെയ്തിരിക്കൽ നിർബന്ധമാണ്. ചെയ്തിട്ടില്ലെങ്കിൽ അയാൾക്ക് അടുത്ത മാസം മുതൽ GST ഫയൽ ചെയ്യാൻ വേണ്ടി പറ്റാത്ത ഒരു പ്രശ്നം ഈ ഒരു 2024 ഓഗസ്റ്റിന് ശേഷം, അതായത് ഓഗസ്റ്റ് മാസത്തെ റിട്ടേൺസ് GSTR 1 നമ്മൾ ഫയൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ GSTR 3B ഫയൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഈ ഒരു പ്രോസസ്സ് നമ്മൾ കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇത് കാണുന്ന ആർക്കെങ്കിലുമൊക്കെ GST രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈലിൽ പോയി കൃത്യമായിട്ടും ചെക്ക് ചെയ്യുക. ബാങ്ക് അക്കൗണ്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ വാലിഡേറ്റ് ചെയ്തതാണ് എന്നുള്ള സ്റ്റാറ്റസ് നിങ്ങൾ ഉറപ്പുവരുത്തുക. ഇല്ലെങ്കിൽ GSTയുടെ സർവീസിനകത്ത് അമെൻമെൻറ്റ് ഓഫ് നോൺ കോർ ഫീൽഡിൽ പോയിട്ട് കൃത്യമായിട്ടും ഈ അപ്ഡേറ്റുകൾ മാറ്റം വരുത്തിയാൽ മാത്രമേ ഇനി അങ്ങോട്ടുള്ള GSTയുടെ റിട്ടേൺസുകൾ കൃത്യമായിട്ടും നിങ്ങൾക്ക് ഫയൽ ചെയ്യാൻ വേണ്ടി പറ്റൂ. ഇതെങ്ങാനും ഡിലേ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ ഇൻപുട്ടിനെയും അത് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കൃത്യമായിട്ടും ബാങ്ക് അക്കൗണ്ട് അപ്ഡേറ്റ് ചെയ്തു എന്നുള്ള കാര്യം ഓരോ ടാക്സ് പേയേഴ്സും നിർബന്ധമായിട്ടും മനസ്സിലാക്കുക. അതിന് വേണ്ട സ്റ്റെപ്പുകൾ നിങ്ങൾ എടുക്കണം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഇത് ആർക്കൊക്കെയാണോ ഉപകാരപ്പെടുക എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ആളുകൾക്കൊക്കെ ഷെയർ ചെയ്യാം. ഇതുപോലെയുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് റെഗുലറായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ നിർബന്ധമായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക. ഇതിന് താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പ് ചാനലിലേക്ക് നിങ്ങൾക്ക് കയറാൻ വേണ്ടി പറ്റും. അവിടെയും ഇതിൻ്റെ വിശദാംശങ്ങൾ നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്തും. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കുമായി പുതിയൊരു അപ്ഡേറ്റുമായി വീണ്ടും കാണാം. താങ്ക്